ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ അല്ല ഉമ്മച്ചിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ. അപ്പോൾ ഉമ്മച്ചി രാവിലെ എണീറ്റ് ഇവിടെ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വല്യപ്പച്ചിക്ക് വേണ്ടിയിട്ട് ചായ മാറ്റിയേക്കാണ്. പറയാൻ വിട്ടുപോയി, കഴിഞ്ഞോട്ടിന്ന് വല്യപ്പച്ചിയും മറിയമ്മച്ചിയും ഐഷു ഉണ്ട് കേട്ടോ ഇന്ന് വിരുന്നിന്. അപ്പോൾ അന്നത്തെ ഒരു ദിവസമാണ്. അങ്ങനെ വല്യപ്പച്ചിക്ക് മധുരമില്ലാത്ത ചായ മാറ്റി വെച്ച് നമ്മൾ ചായയിൽ മധുരമിട്ട്, പിന്നെ ഉമ്മച്ചി ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യ ഉണ്ടാക്കുന്ന പത്തൂട്ടാനും ചോറുന്നായിരുന്നു തമ്മിൽ കൊടുത്തത്. അപ്പോൾ ഞാൻ അത് എന്താണ് തമ്മിൽ കൊടുക്കാനുള്ള കാരണം എന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്യണം വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താണ് തമ്മിൽ കൊടുക്കാമെന്നിങ്ങനെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കുന്ന തലേ ദിവസം രാത്രി ഇങ്ങനെ ഉമ്മച്ചിയാണ് പറഞ്ഞത് പത്തൂട്ടാനും ചോറും കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പത്തൂട്ടാനും ചോറെന്നൊക്കെ. അപ്പോൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചിൻ്റെ വല്യമ്മ, അതായത് വല്യപ്പച്ചിൻ്റെ അമ്മ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടായിരുന്ന സമയത്ത് സദ്യക്ക് വല്യമ്മ പറഞ്ഞിരുന്നത് പത്തൂട്ടാനും ചോറും തരും, അതായത് കുറച്ച് കൂടുതൽ കൂട്ടാനും ഒരു ചോറും അങ്ങനെ. അപ്പോൾ അതാട്ടോ നമ്മുടെ തമ്മിലിൻ്റെ പിന്നിലുള്ള കഥ. അപ്പോൾ രാവിലെ ഉമ്മച്ചി ഇവിടെ ചട്നി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ദോശ ചുടാണ്. ദോശ ഐശ്വര്യമുള്ള കേട്ടോ, ഐശ്വര്യ നേരത്തെ സ്കൂളിൽ പോകണം. അപ്പോൾ ഐശ്വര്യമുള്ള ദോശ ഇവിടെ ചുടാണ്. ഞങ്ങൾക്ക് വേറെ എന്തോ ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നേരെ ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കുറേ ദിവസം മുമ്പ് എടുത്ത വ്ളോഗാണ് കേട്ടോ. ഇന്നാണ് ഇപ്പോൾ അത് വോയിസൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ചട്നിക്ക് വേണ്ടിയിട്ട് തക്കാളിയും വറ്റൽമുളകും ഉള്ളിയൊക്കെ ഒന്ന് ഇതാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദോശ ഇവിടെ ചുറ്റുകൊണ്ടിരിക്കുകയാണ്. ഐഷുവിന് മാത്രമാണ് ദോശ. അങ്ങനെ ഐഷുക്ക് അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഇഷ്ടമല്ല. അവളെ ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു അവൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ദോശയാണെന്നാണ്. അങ്ങനെ നമ്മുടെ ഡ്രസ്സോടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പത്തൂട്ടാനും ചോറും വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉമ്മച്ചി ഐഷുവിന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒക്കെ അങ്ങനെ എരിവും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ജസ്റ്റ് ഉപ്പും മുളകും ഇട്ടിട്ട് അത് ജസ്റ്റ് എയർ ഫ്രയറിലൊന്ന് ചെയ്തെടുക്കുകയാണ്. പിന്നെ അവൾക്ക് കൂടുതൽ എരിവുള്ളത്, പിന്നെ കുറേ കണ്ടീഷൻസുള്ള ആളാണ് ഐഷു. അങ്ങനെ എന്തായാലും പൊട്ടാറ്റോ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഐഷുവിന് ഇവിടെ ബൂസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഉമ്മച്ചി. അങ്ങനെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല, ഒൺലി കുക്കിംഗ് ആണ്. അങ്ങനെ കുറേ സമയമായി, ഒരു 7:30 ആയപ്പോൾ ഐഷു ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐഷു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. അപ്പോൾ ഐഷു യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഐഷുവിൻ്റെ സ്കൂൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇനി നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം വെച്ച്. അപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഐഷു സ്കൂളിൽ പോയി. സാബിത്താപ്പ കൂട്ടാൻ വന്നിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇഡ്ഡലിയും ചട്നിയും. അത് കഴിഞ്ഞിട്ട് പപ്പാൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിച്ചിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി ഇവിടെ വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ ഉണക്കാട്ടിട്ടുണ്ട്. പിന്നെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ കറിയാണ്. അപ്പോൾ ഉമ്മച്ചി ഇവിടെ മീൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഫ്രൈ ചെയ്യണത് ചൂതയാണ് മീൻ. അപ്പോൾ ഉമ്മച്ചി മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇസ്ന വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സമയം ഇസ്നൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ഉച്ചയ്ക്ക് ആയിട്ടുണ്ട്. ഈ സമയത്ത് ആപ്പ പൂളിയും ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചി ബീഫ് റെഡിയാക്കി.
നമ്മൾ ചോറൊക്കെ കഴിച്ചു. നമ്മുടെ ബീഫ് ഇവിടെ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമായിട്ടോ, വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എത്ര പെട്ടെന്നാണ് വൈകുന്നേരം ആയത്. അങ്ങനെ വൈകുന്നേരം ഞാനാണ് ചായ ഇട്ടത്. നമ്മുടെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട്, പൂളി റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കോളേജിൽ പോയപ്പോഴാണ് ഒരു ഇതിന് തന്നെ പല ഇതും പറയാൻ മനസ്സിലായത് കേട്ടോ. അപ്പോൾ പൂള, ഞങ്ങളുടെ നാട്ടിൽ പൂള പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം. കപ്പ എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം നമ്മുടെ പൂളയും ബീഫും റെഡി ആയിട്ടുണ്ട്, അത് കഴിച്ചു. ഈ ഒരു സമയം മുതൽ ഈ വൈകുന്നേരം രാത്രിയൊക്കെ ആകാശം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പിന്നെയും വീണ്ടും പപ്പാടുത്ത് പോയി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ രാത്രിയായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.